ഇതോടെ പ്രസിഡന്റ് തപ്പിയവും കളാട്ടെ. ഒരു ജാഗിൽ നോക്കുമ്പോ ഭയങ്കര കളാട്ടെ. ഉറൂസ് കമ്മിറ്റിന്റെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഉറൂസല്ല കഴിഞ്ഞ് എന്തേ നണ്ടാട്ടി മേലിട്ട് കോൺ അത്ര വലിയ ആയിട്ടാണ് ആര് കുറെ ആളെ പേരുണ്ട്. ലാസ്റ്റ് സമാരോപ സംഭാരത്തിന് ഒരാചാറാട്ടി മേലിൽ വിനോദത്തിന്റെ പേരുള്ള നണ്ടാട്ടി മേലിട്ട് കോൺ അത്ര വലിയ ആളാണ്. അത് നക്കൂടി ഇപ്പൊ ചൊല്ലണോ ഇത്ര ആളെ എത്ര ചൊല്ലണോ നാനാ വലിയ വലിയ എന്ത് സുബ്ഹാന ജല്ല ജലാലു. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് ബോധം നൽകണേ അല്ലാ, ഈമാൻ നൽകണേ അല്ലാ, സലാമത്ത് നൽകണേ അല്ലാ. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു അവർ അള്ളാഹുവിന്റെ വഴിയിൽ ജിഹാദ് ചെയ്യുന്നവരാണ്. എന്തുകൊണ്ട് ബി അംവാലിക്കും വ അൻഫുസിക്കും, അവരുടെ ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും അള്ളാഹുവിന്റെ വഴിയിൽ അവർ ധാരാളം ജിഹാദ് ചെയ്യുന്നവരാണ്. സമ്പത്ത് കൊണ്ടും അള്ളാഹുവിന്റെ വഴിയില്, ശരീരം കൊണ്ടും അള്ളാഹുവിന്റെ വഴിയില്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞതങ്ങ് പറഞ്ഞു തീർക്കുകയാണ്. ഒരുപാട് പറയാറുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ അൻഫിഖൂ മിൻ ത്വയ്യിബാതി മാ കസബ്തും, നിങ്ങൾക്ക് അള്ളാഹു നൽകിയതിൽ നിന്ന്, കഷ്ടപ്പെട്ടുണ്ടാക്കിയതിൽ നിന്ന് നല്ലത് നിങ്ങൾ ചെലവഴിക്കണേ. അള്ളാന്റെ ഖുർആൻ പറയുന്നു നല്ലത് ചെലവഴിക്കണം, നല്ലത് കൊടുക്കണം. ഉള്ളതിൽ നല്ലത്. ബക്കറ്റ് വരുമ്പോ അടിയിലെ കൈയിട്ടിട്ട് കോയിൻസ് അല്ല തപ്പേണ്ടത്. 1000 500 വെച്ചിട്ട് പിന്നെയും തപ്പുന്ന ഏതുവരെ ജുമുഅക്ക് വന്നിരുന്നു പോലും എണിച്ചിട്ട് തുണി പൊന്തിച്ചിട്ട് നീ ഉള്ളിൽ കീശക്ക് കൈയിടുന്നതിന്റെ 10 ഉണ്ടോ 5 ഉണ്ടോ പിന്നെ 1000 ഉണ്ടോ 500 ഉണ്ട്. ഇതൊന്നും ബക്കറ്റ് കിടാൻ പറ്റില്ല, ഡബ്ബിക്ക് ഇടാൻ പറ്റില്ല. ഡബ്ബിക്ക് തപ്പിയിട്ട് പോലും ഉറുപ്പല്ലാതെ ഇടല. നേർച്ചാക്കിയ പോലെ ഈ ഉറുപ്പ മാത്രം ഒരു എറിയല് ആർക്ക് വേണ്ടിയിട്ടാണിത്? അള്ളാഹുവിന് വേണ്ടിയിട്ടോ? ഉള്ളതിൽ നല്ലത്, പോക്കറ്റിൽ ഉള്ളതിൽ ഏറ്റവും മുന്തിയ നോട്ട്, ഏറ്റവും നല്ല നോട്ട് കൊടുക്കാനാണ്. ഏറ്റവും നല്ല സമ്പത്ത് ഉള്ളതിൽ നല്ലത്, ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ലത് നിങ്ങൾ കൊടുക്കണം. കാരണം നിങ്ങൾ ചെലവഴിക്കുന്നതില്ലയോ, നിങ്ങൾ സദഖ ചെയ്യുന്നതില്ലയോ, നിങ്ങൾ നേർച്ചയാക്കിയതില്ലയോ, അല്ലാഹു സുബ്ഹാനഹു വ തആല അതവൻ അറിയുന്നുണ്ട്. അല്ലാഹു അതറിയുന്നുണ്ട്. ഖുർആൻ പറയുകയാണ് നിങ്ങൾ ചെയ്യുന്ന സദഖ, നിങ്ങൾ വെക്കുന്ന നേർച്ച, നിങ്ങൾ ചെയ്യുന്നതെല്ലാം അല്ലാഹു തആല അറിയുന്നുണ്ട്. അല്ലാഹു അറിയുന്നുണ്ട്. ആരറിഞ്ഞിട്ടില്ലെങ്കിലും അല്ലാഹു തആല അറിയുന്നുണ്ട്. നമ്മളുടെ സദഖ ബക്കറ്റിൽ നീ എത്ര ഇട്ടു അല്ലാഹു കാണുന്നുണ്ട്. നീ എത്ര നേർച്ച വെച്ചു അല്ലാഹു അതറിയുന്നുണ്ട്. ഇത് അല്ലാഹുവിന്റെ ഖുർആനാണ്, റബ്ബിന്റെ ഖുർആനാണ്. അല്ലാഹുവാണ് ഇത് പറയുന്നത്. നിങ്ങളുടെ സദഖ അല്ലാഹു കാണുന്നു, അറിയുന്നു. നിങ്ങളുടെ നേർച്ച അല്ലാഹു കാണുന്നു, അറിയുന്നു. അല്ലാഹുവിന്റെ ഖുർആനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നേർച്ചകളെല്ലാം ഫഇന്നല്ലാഹ യഅലമുഹു വമാ ലിൽസാലിമീന മിൻ അൻസാർ വമാ അൻഫഖ്തും മിൻ നഫഖ വഔ നദർതും മിൻ നദർ. ഈ നദർ, ഈ നേർച്ച നമ്മളുടെ ഔ നദർതും മിൻ നദർ ഫഇന്നല്ലാഹ യഅലമുഹു വമാ ലിൽസാലിമീന മിൻ അൻസാർ. നിങ്ങൾ ചെലവഴിക്കുന്നത്, നിങ്ങൾ നേർച്ച വെക്കുന്നത്, ഇതെല്ലാം അല്ലാഹു അറിയുന്നുണ്ട്. പെണ്ണുങ്ങൾക്ക് സൗകര്യമില്ലേ? ഇല്ല, ഇരിക്കാൻ ഉണ്ടാ സൗകര്യം ഉണ്ടല്ലോ മുകളിലല്ലോ. അല്ലാഹു നീ ബർക്കത്താക്കണം റഹ്മാനെ. ചില ആളെല്ലാം നേർച്ച വെക്കും. സീക്ക് വരുമ്പോ നേർച്ച അത്ര ഇത്രയായിട്ടല്ല, എന്തെല്ലാം ഓടല്ല ദർഗ ഉണ്ട്, ഓടല്ല സലാത്തുണ്ട്, ഓടല്ല മജ്ലിസിനൂറുണ്ട്, എല്ലാത്തേക്കും വെച്ച്. പണ്ട് ഒരു ഒരാള് മോൻ പറഞ്ഞതാണ്, എന്റെ ഉമ്മക്ക് ഉഷാറില്ലാതെ അപ്പൊ 1 കിണ്ടൽ അരി യത്തീംഖാനക്ക്, 1 കിണ്ടൽ ദർഗാക്ക്, 1 കിണ്ടൽ പള്ളിക്ക്, 4 കിണ്ടൽ അരി നേർച്ചാക്കുന്ന. അപ്പൊ ഇത്ര കിണ്ടൽ നേർച്ചാക്കി കൊടുക്കുന്ന. അപ്പൊ അയിമ ചെന്നേല നേർച്ചാക്കിട്ട് അമ്മ പഠിച്ചോ പിരിസ വന്നിട്ട് രോഗം ലസീഫാക്കുന്നു. പിന്നെ പഠിച്ചോലെ നേർച്ചലാക്കി കൊടുക്കാൻ കഴിഞ്ഞിട്ട് നീ പൊരുത്തപ്പെട്ടു അല്ലെങ്കിൽ അള്ള പൊരുത്തപ്പെടുന്നു എന്നല്ല ഐഡിയ കണ്ട. എങ്ങനെ 4 കിണ്ടൽ നേർച്ചാക്കുമ്പോ പഠിച്ചോ സലാമത്താക്കി. പിന്നെ സുഖായ പിന്നെ പഠിച്ചോണ്ട് ചെന്ന പഠിച്ചോനെ നേർച്ചാക്കി നീ തറകൊന്നുണ്ടവട്ടെന്നില്ല പഠിച്ചോനെ നീ മാപ്പാക്ക്. പണ്ടൊരാള് കാസർഗോഡിലെ പോകുമ്പോ ബൈ തെറ്റിയല്ല ജാവു പാതിരാക്ക് പോയിട്ട് ബൈ എങ്ങനെ പോയാൽ റൂട്ട് കിട്ടില്ല, എഞ്ഞ പോയ സമാവരമേ. ലാസ്റ്റ് ആള് നേർച്ചയാക്കിയല്ല പഠിച്ചോനല്ല സരിയായ മാലിക് ദിനാർ തങ്ങളെ ദർഗാക്ക് പോയിട്ട് ഒരു പട വിരിക്കുകയാണ്, ഒരു പട ഇട്ടേ. അങ്ങനെ പോയിട്ട് എത്തി
ഒരു റോട്ടിൽ ഒരറിഞ്ഞ റോട്ടിലേക്ക് എത്തിയിട്ട് അമ്മ ചെല്ലിയാലേ നേർച്ച ഞാൻ മാലക്ക് ദിനാർ വന്നിട്ട് എട്ടുപാട്ടി എന്തോ അല്ലല്ലേ നാളെ പോയിട്ട് എത്തിയല്ലേ നേർച്ച കൊടുത്തില്ലെങ്കിൽ തൊന്തര എന്തില്ല അത് കഴിഞ്ഞ് കുറെ ഇപ്പുറത്ത് രൂപയ്ക്ക് വൈ തെറ്റിയാലേ അപ്പൊ ഈ മനസ്സിൽ ചെന്നല്ലേ എന്തൊരു ബാവ ഒരു മാലക്ക് ദിനാർ എന്ത് കുസാലില്ലേ നാ ബെദ്ദ ചെന്ന് നേർച്ച കൊടുക്കാതെ റോഡ് കിട്ടു എങ്ങനെ ഫസ്റ്റ് നേർച്ച ആക്കിയിട്ട് പിന്നെ കേൾക്കുന്നത് മാലിക് ദിനാർ കുസാൽ ചൊന്നെ കൊടുക്കില്ലാണ്ട് ഇത് കുസാലിനും കൊടുക്കില്ല കാത്തിലും കൊടുക്കില്ല നേർച്ച മാത്രം നേർച്ച ആക്കുന്നത് ഒരു ജാതി നേർച്ച ആക്കുന്ന ചിലാണ് അത്ര ഇത്രന്നില്ല പെണ്ണുങ്ങൾക്ക് ആരാധത്ത് പിന്നെ ഫോണാക്കുന്ന ഉസ്താദ് പാമ്പ് കിനാവ് കണ്ടോണ്ട് നേർച്ച ബാക്കി പാമ്പാ കൊത്തല്ലേ കിനാവ് മാത്രമേ ഈ മാതിരി നേർച്ച വെച്ചെങ്കിൽ പാമ്പളക്കുക പഠിച്ചോ കാത്തിങ്ങനെ പാമ്പല്ല പോകുന്നോണ്ട് നേർച്ച കറക്റ്റ് കൊടുക്കുന്നു പാമ്പല്ല പോയില്ല അല്ലേ അല്ലാഹു നീ അനുഗ്രഹിക്കണേ അല്ലാ നീ സലാമത്താക്കണേ അല്ലാ ഒക്കെയാണ് പാമ്പിന്റെ സ്വപ്നം കണ്ടാൽ ശത്രുക്കൾ ഉണ്ടെങ്കിൽ കാണാം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കാണാം നേർച്ച ബാക്കി ഉണ്ടെങ്കിലൊക്കെ കാണാം അതൊക്കെ അങ്ങനെയാണ് അല്ലാന്നല്ല അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ഖൈറും ബറക്കത്തും റഹ്മത്തും നൽകണേ അല്ലാ രഹസ്യമായി കൊടുക്കുന്നത് ഫഹുവ ഖൈറുൽ ലക്കും ആരും അറിയാതെ സീക്രട്ടായി ചെയ്യുന്ന ദാനധർമ്മമില്ലേ സീക്രട്ടായി നിസ്കരിക്കുന്ന തഹജ്ജുദ് സീക്രട്ടായി നിസ്കരിക്കുന്ന ളുഹാ ഇതെല്ലാത്തിനും ഒരുപാട് പവിത്രതകൾ കൂടുതലാണ് ഉമ്മമാരെ നടുവേദന മുട്ടുവേദന കാലുവേദന എല്ലാത്തിനും ളുഹാ നിസ്കാരം പരിഹാരമാണ് മുട്ടുനൊമ്പളം നടുവേദന കൈകാല് കടച്ചില് ളുഹാ നിസ്കാരം കൊണ്ട് 4 റക്അത്ത് അല്ലാഹുവിന് വേണ്ടി ളുഹാ നിസ്കരിച്ചാൽ നാളെ പോയിട്ട് പഠിച്ചോണേ കൈകാല് മുട്ടുനൊമ്പളം ളുഹാ നിസ്കാരം പഠിച്ച റബ്ബ് തആല ഇതുകൊണ്ട് ശിഫ കിട്ടൂല അല്ലാഹുവിന് വേണ്ടി ളുഹാ നിസ്കരിച്ചാൽ നിന്റെ ഞാടി ഞരമ്പുകളെല്ലാം അല്ലാഹു റാഹത്തിലാക്കി തരുന്നു പിന്നെ വെള്ളം ഇസ്രാഫ് ചെയ്യുന്നത് സൂക്ഷിച്ചാൽ കൂടുതൽ പെണ്ണുങ്ങളായതുകൊണ്ട് പറയുന്നു ഉമ്മമാരെ കുടിച്ച വെള്ളത്തിൽ ബാക്കി വന്നതുപോലും അവിടെ കളഞ്ഞാൽ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചതിൽ ബാക്കിയുള്ളത് നിങ്ങൾ വേസ്റ്റ് ചെയ്താൽ വെള്ളം ഇസ്രാഫ് ചെയ്യുന്നവർക്ക് വിട്ടുമാറാത്ത വേദനകൾ കാലുവേദന കൈവേദന മുട്ടുവേദന കടച്ചില് കൈകാല് കടച്ചില് എന്താ കാരണം നിങ്ങളുടെ വീട്ടിൽ ഭൂമിയുടെ രക്തമാണ് വെള്ളം അത് ഇസ്റാഫ് ചെയ്താൽ വിട്ടുമാറാത്ത വേദനകൾ വരുമെന്ന് തിബ്ബിന്റെ കിതാബുകളിൽ കാണാം മഹാന്മാര് പറഞ്ഞത് കാണാം അതുകൊണ്ട് 2 നാള് കൈകാല് കടച്ചൽ വിട്ടില്ലെങ്കിൽ പിന്നെ ഉസ്താദവർക്ക് കണക്ക് നോക്കാൻ മാത്രം കൈകാല് കടച്ചൽ എന്താക്കി മുമ്പോണില് വിറ്റാമിന്റെ മാത്ര കുടിച്ച ബി കോംപ്ലി എന്ത് സുഡ്ഗാഡ് കുടിച്ച ഒമേഗ3 എന്ത് കുടിച്ചിട്ടു നാട്ടമേയില്ല ഉസ്താദേ നാട്ടണോ ഉമ്മ വെള്ളം ഇസ്റാഫ് ചെയ്യുന്നത് വെള്ളം കുളിക്കാനും വലക്കാനും പാത്രം കഴുകാനും കുടിച്ച വെള്ളത്തിൽ ഒരുറ്റ് വെള്ളം പോലോ നീ ഭൂമിയിലേക്ക് കളഞ്ഞു പോയാൽ വിട്ടുമാറാത്ത വേദനകൾ നിന്റെ പിന്നാലെ വരുമെന്ന് കിതാബിലുണ്ട് അല്ലാ ഞങ്ങൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ പിന്നെയോ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു രാവിലെ 2 മലക്കുകൾ ഇറങ്ങി വരുന്നു അതിരാവിലെ ഇറങ്ങി വന്നിട്ട് ദുആ ചെയ്യുന്നു അല്ലാഹുമ്മഅതി മുൻഫികൻ ഖലഫാ ചെലവഴിക്കുന്നവർക്ക് പിന്നെയും ധാരാളം കൊടുക്കണേ അല്ലാ മറ്റൊരു മലക്ക് ദുആ ചെയ്യുന്നു അല്ലാഹുവേ മുംസിക്കരിക്ക് പിടിച്ചു വെക്കുന്നവനിക്ക് കഞ്ചൂസിനിക്ക് ഖലഫാ നീ നാശം കൊടുക്കണേ അല്ലാ രോഗം കൊടുക്കണേ അല്ലാ ബേജാറ് കൊടുക്കണേ അല്ലാ ബുദ്ധിമുട്ട് കൊടുക്കണേ അല്ലാ 2 മലക്കുകൾ വന്നിട്ട് ഓരോ നാട്ടിലും 2 ദുആ ചെയ്യുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കണം കൊടുത്തിട്ട് തിന്നണം തിന്നുമ്പോ ഏതുവരെ കൊടുക്കാത്തവർ ഒരൊറ്റ വീട്ടിൽ ഇലവണ് മൂത്തോണ് എല്ലാരും മറ്റുഞ്ചി എല്ലാ സുഡ്ഗാട് ഒരേ ഒത്തുണ്ട് എത്ര കൊണ്ടുവരുന്നു എന്തെങ്കിലും ഒരു സാധനം കൊണ്ടുവരുമ്പോ അവരെ മക്കൾക്ക് മാത്രം അവരുടെ ഭാര്യക്ക് മാത്രം ഐസ്ക്രീം കൊണ്ടുവരാണെങ്കിലും അങ്ങനെ ആരും കാണാതെ ഒളിപ്പിച്ചു കൊണ്ടുവരിക പിസ്ത കൊണ്ടുവരാണെങ്കിലും അങ്ങനെ ചോക്ലേറ്റ് കൊണ്ടുവരാണെങ്കിലും അങ്ങനെ ഷവർമ്മ കൊണ്ടുവരാണെങ്കിലും അങ്ങനെ ഇതൊക്കെ ഒളിപ്പിച്ചു കൊണ്ടുവന്ന തലമാറകളിൽ വെച്ച് എല്ലാരും കടന്ന ശേഷം തിന്നുന്ന സംവിധാനം ആ ഒരു സ്വഭാവം അത് നല്ല സ്വഭാവമല്ല മക്ക കഴിച്ചോദിക്കുമ്പോൾ ഞങ്ങൾ അപ്പുറം ഇപ്പത്തെ മക്ക കഴിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്കും ഈ മക്കൾക്ക് ഐസ്ക്രീം ഉണ്ട് കൊടുക്കും സൺഡേ അല്ല ഐസ്ക്രീം എല്ലാം ഉണ്ട് ഫ്രിഡ്ജിൽ ചില പെണ്ണിങ് എന്താ കൂട്ട നിങ്ങളെ ഗുഡങ്ങാടി മെൽക്കാറിന്റെ പെണ്ണുങ്ങല്ല നല്ല പെണ്ണിങ് നല്ല ഭാര്യ നല്ല ധാരാളം പെണ്ണിങ് ഉണ്ട് നല്ല പെണ്ണിങ്
ഞങ്ങളെ നാട്ടിൽ അപ്പുറല്ല, അപ്പുറത്തെ പെണ്ണിങ് എന്താക്കുക ഇതല്ല സമത് നിന്റെ ഉമ്മ വിളിച്ചോണ്ട് എന്തിനുണ്ട് കേട്ടിട്ട് പാനൊക്കെ പോയിട്ട് ആരെ സമ്മതനാച്ചി മോനെ ഇത് വേഗ വേഗം മുളുങ്ങോണ് വണ്ടേക്ക് വന്നാൽ തിണ്ട് തീർക്ക് മോനി കൊടുക്കുന്ന ഐസ്ക്രീം അല്ലെങ്കിൽ ജ്യൂസ് അവന് പണി ചൊല്ലണ്ട സമ ഉർത്തിട്ടല്ലോ ഈ മണ്ണ സാളിലെല്ലാം ഉർത്തുന്ന ഉർദു കേട്ടെങ്കിൽ ജ്യൂസ് കുടിച്ചെന്ന് ചൊല്ലണ്ട തണ്ണി കുടിച്ച ചൊല്ലു കേട്ടെങ്കിൽ ആര് ഒരു പാതി അര ഗ്ലാസ് ജ്യൂസ് ഈ സമ്മതിന് കൊടുത്തെങ്കിൽ ആർട്ട് ഫെയിലാവാ കൊടുക്കലേ നിങ്ങളോ നിങ്ങൾ നല്ല പെണ്ണി അള്ളാഹു ബർക്കത്താക്കട്ടെ കൊടുക്കല 20 ചില ആളുകൾ അത്തരം ആളുകൾക്ക് അള്ളാഹുവിന്റെ ശാപം ഇറങ്ങുന്നുണ്ട്. മലക്കാണ് അവർക്ക് അള്ളാഹുവിനോട് മലക്കുകളിലാണ് അള്ളാഹുടെ ദുആ ചെയ്തത്. അല്ലാ ഇതുപോലെ കഞ്ചൂസാക്കുന്ന പെണ്ണിനിക്ക് ഇതുപോലെ കഞ്ചൂസാക്കുന്നവർക്ക് അള്ളാഹുവേ നീ നാശം കൊടുക്കണേ അല്ലാ എന്ന് അള്ളാന്റെ മലക്കുകൾ ദുആ ചെയ്യുന്നുണ്ടെന്ന് ഹബീബ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാന്റെ റസൂലാണ് ഇത് പറഞ്ഞത്. ഉസ്താദല്ല സാപ്പ വെച്ചത്. പള്ളിയിലെ ഖത്തീബ് ഉസ്താദ് സാപ്പ വെച്ച് നിങ്ങൾ ഹലാക്കായിട്ട് പോട്ട് നിങ്ങൾ ഉസ്താദിനെ അപ്പളെ ഡിസ്മിസ് ഈ റായത്ത് ഒരു ഫംഗ്ഷൻ പോയാൽ ബറൗതീറ എഴുതി വെക്കും. അള്ളാന്റെ മലക്കുകളെ ശാപം വെക്കുന്നു. നീ കഞ്ചൂസാക്കിയിട്ട് കൊടുക്കാതിരുന്നിട്ട് എടുത്തു വെച്ചിട്ട് ചില പെണ്ണുങ്ങല്ല മംഗലം വിളിക്കാൻ പോയിട്ട് 1/2 ഗಂಟ പഞ്ചാതിക ഉണ്ട്. ഉമ്മ ഉസാറുണ്ടാ ഉമ്മയുടെ മുട്ടുനൊമ്പല സുമാറുണ്ടാ നിന്റെ മൂത്തോള് ദുബൈരെ വന്നിറാല എല്ലാം ലണ്ടനിലാണ് റായത്ത് വന്നിറാണ് മുണ്ടി 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 ഓന്റെ തൊണ്ടന്റെ ഫസലെല്ലാം ആറിയിട്ട് മംഗലെല്ലാം വിളിച്ചിട്ട് പോയിട്ട് ഗേറ്റോടെ എത്തുമ്പോ ഇതെല്ലാം അപ്പൊ നീ ജ്യൂസ് കുടിച്ചിട്ട് പോത്തില്ല നീ സൂക്ഷിച്ചില്ലെന്നാലും മങ്ങിലത്ത് വരില്ല. 1/2 ഗಂಟ പഞ്ചാതികാക്കുമ്പോ ഒരു 1/2 ഗ്ലാസ് വെള്ളം കൊടുത്തിട്ടില്ല. ലണ്ടന്റെയും ദുബൈന്റെയും ചൈനാന്റെയും വിഷയം പറഞ്ഞല്ലാതെ ഒരു 1/2 ഗ്ലാസ് വെള്ളം കൊടുത്തിട്ടില്ല. പോയിട്ട് ഗേറ്റിലേക്ക് എത്തിയ പിന്നെ വേണ്ടപ്പാ പോ വേണ്ട കഞ്ഞല് പോ. ഈ രൂപത്തിലാണോ കയറി വന്നവർക്ക് കുടുംബത്തിൽപ്പെട്ടവർക്ക് അതിഥികൾക്ക് മര്യാദയായി കുടിക്കാൻ കൊടുക്കുക, നല്ലത് കുടിക്കാൻ കൊടുക്കുക. പെണ്ണുങ്ങളൊക്കെ കുടിക്കാൻ കൊടുക്കി എന്നൊക്കെ പാട്ട് പാടിയത് കൊണ്ടായോ പാട്ട് പാടിയത് കൊണ്ടായില്ല പാട്ട് കേട്ടത് കൊണ്ടായില്ല. വരുന്നവർക്ക് കുടിക്കാൻ ഏറ്റവും നല്ലത് പച്ചവെള്ളമാണ്. കുടിക്കാൻ കൊടുക്കാൻ ഏറ്റവും നല്ലത് കിണറ്റിലെ വെള്ളമാണ്. കിണർ വീട്ടിൽ ബറക്കത്താണ്. വീട്ടില് കിണറുണ്ടെങ്കിൽ കിണർ തന്നെ കിണർ നല്ല കിണർന്നായിട്ടിരിക്കല്ല ഡൗട്ടുണ്ട്. കിണത്തിന്റെ വെള്ളമാണ്. രാവിലെ കിണറ്റിന്റെ വെള്ളത്തിലേക്ക് സംസം കിണറുമായി ബന്ധമുണ്ട്. രാവിലെ സുബ്ഹിക്കുള്ള കിണറ്റിന്റെ വെള്ളത്തിൽ കുളിച്ചാൽ ആശ്വാസമാണ്. രാവിലെ കിണറ്റിന്റെ വെള്ളം ചൂടാക്കേണ്ടതില്ല. ആ വെള്ളം അതുപോലെ എടുത്തു കുടിച്ചാൽ ആരോഗ്യത്തിന് വല്ലാത്ത അസറാണ്. രാവിലത്തെ വെള്ളം കോരണം. ഈ സിഹിർ ബാത്തിലാക്കുന്നല്ലേ പറഞ്ഞിട്ടില്ലേ? സുബൈക്ക് ഏത് കിണറ്റിന്റെ വെള്ളം വേണമെന്ന തണ്ണി വേണമെന്നല്ല അല്ലേ? ഇവിടെ ഇല്ലേ? അല്ലേ? പണ്ടത്തോറെല്ലാം കേട്ടിട്ടില്ല സുബൈക്ക് ഏത് കിണറ്റിന്റെ തണ്ണി വേണമെന്നല്ല അറിയാലോ. ഊട്ടോർ മാട്ട ഇസ്മു മന്ത്രം എന്തോ ആക്കുന്നില്ല. അള്ളാഹുവേ നീ സലാമത്താക്കണേ അല്ലാ. പിന്നെ രാവിലെ കിണറ്റിന്റെ വെള്ളം അള്ളാഹുവേ നീ ഖൈർ നൽകണേ അല്ലാ. കിണറ്റിന്റെ വെള്ളം ചൂടാക്കേണ്ടതില്ല. മൺപാത്രത്തിലാണ് വെള്ളം കുടിക്കാൻ വെക്കേണ്ടത്. ചൂടാക്കിയ വെള്ളം പൈപ്പ് ലൈനിന്റെ വെള്ളമാണെങ്കിൽ കുഴൽക്കിണറിന്റെ ബോറിന്റെ വെള്ളമാണെങ്കിൽ അത് ചൂടാക്കിയിട്ട് മൺപാത്രത്തിൽ കൂട്ടിവെച്ചാൽ മണ്ണ് പോയിസൺ വലിച്ചെടുക്കാൻ വിഷം ഫുഡിലുള്ള വിഷം വലിച്ചെടുക്കാൻ കഴിവുള്ളതാണ് മൺപാത്രങ്ങൾക്ക്. അതാണ് മണ്ണിന്റെ പാത്രത്തിൽ മീൻകറി വെക്കാനും മൺപാത്രത്തിൽ ഫുഡ് ഉണ്ടാക്കാനും. ഇന്ന് ചില ഹോട്ടലിലൊക്കെ കാണാം മൺപാത്രം. അതിന്റെ സീക്രട്ട് അന്വേഷിച്ച് നോക്കുമ്പോ ഒരാൾ പറഞ്ഞു വലിയ അണ്ടയിൽ ബിരിയാണി ആക്കിയിട്ട് ആൾമാർക്ക് വിളമ്പിട്ട് കൊടുക്കുക മാത്രം മണ്ണിന്റെ ചട്ടിയിൽ ഡോങ്കി കണ്ട ഉള്ളിൽ ബിരിയാണി ആക്കുന്ന വലിയ അണ്ട് ഇതാക്കിയിട്ട് ആൾമാർ ബർമ്മത്തുവോ ഇതിന് ചെറിയ ചെറിയ മണ്ണിയുടെ പാത്രാക്കിയിട്ട് മുച്ചിട്ട് കെട്ടിയിട്ട് വെച്ചിട്ട് മണ്ണിയുടെ പാത്ര ഒക്കെ ഡോങ്കിയാണ് അല്ലേ? അല്ലാഹുവേ നീ ഖൈർ നൽകണേ അല്ലാ. ആളുകൾക്ക് നല്ലത് തിന്നാൻ കൊടുക്കണം, മക്കൾക്ക് നല്ലത് തിന്നാൻ കൊടുക്കണം. പെൺമക്കളൊക്കെ ഇന്ന് ചെറിയ ചെറിയ മക്കൾ ചിക്ക, അവർക്ക് ചിക്കല്ലാതെ ഒരു സുഡ്ഗാടും വേണ്ട. ഈ ചിക്കനല്ലാതെ അവർക്കൊന്നും വേണ്ട. ഗർഭപാത്രത്തിന് പോലും രോഗമുണ്ടാക്കാൻ കഴിവുള്ള ഇഞ്ചക്ഷനുകൾ അടിച്ചു വരുന്ന ചിക്കനുകൾ വളരെ സൂക്ഷിച്ചിട്ട് വേണം. ആരെങ്കിലും കോഴിക്കച്ചവടക്കാർ എന്നോട് ആരും സങ്കടപ്പെടരുത്, കുറച്ച് കുറക്കുന്നത് നല്ലതാണ്.
യുവതികളായ പെൺകുട്ടികള് ടിക്ക തിന്നുന്നതും അൽഫാവ് തിന്നുന്നതോ അതുപോലെ ഷവർമ്മയും എപ്പോഴെങ്കിലും ഒരിക്കലാകാം, എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ഒക്കെ ആകാം. അതെപ്പോഴും നിങ്ങൾ ജീവിതത്തിൽ കൊണ്ടു നടന്നാൽ മെൻസസ് പ്രോബ്ലംസുകൾ, ഒരുപാട് വയറ്റിന്റെ അസ്വസ്ഥതകൾ, മാസക്കുളിയുടെ പ്രശ്നങ്ങൾ, ഗർഭപാത്രത്തിൽ കുഞ്ഞിന് പോലും നിൽക്കാൻ കഴിയാത്ത രൂപത്തിൽ ഗർഭപാത്രത്തിന്റെ കഴിവ്, അതിന്റെ കപ്പാസിറ്റി കുറയുമെന്നല്ലേ മുഅ്മിനീങ്ങളെ കുറച്ചൊന്ന് ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഏതുമാകട്ടെ, ആളുകൾക്ക് നല്ലത് തിന്നാൻ കൊടുക്കണം, നല്ലത് കുടിക്കാൻ കൊടുക്കണം. എന്തെങ്കിലും ബാക്കിയായത് അജുമ്മത്തിൽ നെയ്ച്ചോറുണ്ട്, അതർട്ട നെയ്ച്ചോറുണ്ട്, നിങ്ങ തിന്നിറാറാ എപ്പത്തത് കഞ്ഞ തിങ്ങളാക്കിയിട്ട് ഒഴിഞ്ഞത് ഫ്രിഡ്ജിൽ വെച്ചത്. ഇങ്ങനെയല്ല കൊടുക്കേണ്ടത്. ബിരിയാണി ഉണ്ടാക്കിയപ്പോ, ഫിഷ് കറി ഉണ്ടാക്കിയപ്പോ, ബീഫിന്റെ ചില്ലി ഉണ്ടാക്കിയപ്പോ ചൂടാ വീട്ടു പരിസരത്തുള്ളവരിലേക്ക് നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോ ഒരൽപ്പം വിശാലത ചെയ്യണമെന്ന്. കറി ഉണ്ടാക്കുമ്പോ വെള്ളം കൂടുതലാക്കിയിട്ട് അയൽവാസികളെ പരിഗണിക്കണമെന്ന് ഹബീബ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെയോ അർറജുലു ഫീ ളില്ലി സദഖതിഹി, ആ ഓരോ ആളുകളും നാളെ മഹ്ശറയുടെ മുറ്റത്തെത്തുമ്പോ ഒരു ചാണ് മുകളിൽ സൂര്യൻ ഉദിക്കുമ്പോ ആളുകൾക്കുള്ള തണൽ അർറജുലു ഫീ ളില്ലി സദഖതിഹി. ആ മനുഷ്യൻ ഇബ്നു ഹിബ്ബാൻ തങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാ, ധാരാളം ഭക്ഷണം കൊടുത്തവർ, ധാരാളം സദഖ ചെയ്തവർ, ധാരാളം സദഖ നന്മകൾ ചെയ്തവർ, അവർ കൊടുത്ത ഭക്ഷണമില്ലേ, അവർ കൊടുത്ത ഡ്രസ്സില്ലേ, അവർ കൊടുത്ത ഫുഡില്ലേ, അവർ കൊടുത്ത പണമില്ലേ, അവർ കൊടുത്ത മാലയില്ലേ, ചെയിനില്ലേ, ഇതിന്റെ തണലിലാണ് ഇത് നാളെ മഹ്ശറയിൽ അവർക്ക് തണലായി വരുമെന്ന് ഹബീബ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അർശിന്റെ തണൽ കിട്ടാ സ്വർഗത്തിൽ പോകാൻ സദഖ കാരണമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അബൂ ഹുറൈറ തങ്ങളെ തൊട്ടുദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. എന്താണ് ഹദീസ്? ഉംഫിക് യബ്ന ആദം, മനുഷ്യ നീ ധാരാളം ചെലവഴിച്ചോ, ധാരാളം ചെലവഴിച്ചോ, അള്ളാന്റെ വഴിയിൽ ധാരാളം ചെലവഴിച്ചോ. ചെലവഴിച്ചാൽ നിനക്ക് കിട്ടുന്നത്, നിനക്ക് കിട്ടാൻ പോകുന്നത് അംഫിക് യബ്ന ആദം, മനുഷ്യ നീ ധാരാളം ചെലവഴിച്ചോ. അങ്ങനെ ചെലവഴിച്ചാൽ നിനക്ക് അല്ലാഹു ചെലവഴിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ചെലവഴിക്കുന്നവർക്ക് അല്ലാഹു ചെലവഴിക്കുന്നു. ആരാണോ ചെലവഴിക്കുന്നവർ, ആരാണോ നന്മക്ക് വേണ്ടി ചെലവഴിക്കുന്നവർ, അങ്ങനെ ചെലവഴിക്കുന്ന ആളുകൾക്ക് അല്ലാഹുവേ നീ ചെലവഴിക്കണമെന്ന് അള്ളാഹുവിന്റെ റസൂല് ദുആ ചെയ്തിട്ടുണ്ട്. അള്ളാഹു പറഞ്ഞതല്ലാതെ റസൂലുള്ള ഒന്നും പറഞ്ഞിട്ടില്ല. അള്ളാഹു നിനക്ക് ചെലവഴിക്കാൻ വേണ്ടിയിട്ട് നീ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ട് ധാരാളം ചെലവഴിക്കണം. ഒരാളും കൊടുത്തിട്ട് കുറഞ്ഞു പോയിട്ടില്ല. ഒരാളും സദഖ ചെയ്തിട്ട് അവരുടെ സമ്പത്തിൽ കുറവ് വന്നിട്ടില്ല, അവരുടെ അനുഗ്രഹത്തിൽ കുറവ് വന്നിട്ടില്ല, അവർക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും വന്നിട്ടില്ല. മുഹമ്മദുർ റസൂലുള്ളാഹ് വമാ സാദല്ലാഹു ബിഅഫ്വിൻ ഇല്ലാ ഇസ്സാ. ആളുകൾക്ക് വിട്ടുവീഴ്ച ചെയ്തത് കൊണ്ട് ഒരാളും മോശമായിട്ടില്ല. അള്ളാഹു ഇസ്സത്തല്ലാതെ കൊടുത്തിട്ടില്ല. വിട്ടുവീഴ്ച ചെയ്യുക, പുറത്തു കൊടുക്കുക, മാപ്പ് ചെയ്തു കൊടുക്കുക. അങ്ങനെ ചെയ്താൽ അള്ളാഹു അവന്റെ ഇസ്സത്ത് വർദ്ധിപ്പിക്കുന്നുവെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ ചോദിക്കുകയാ, അല്ല സ്വഹാബ, നിങ്ങൾക്ക് അബൂ ലംലമിനെ പോലെ ആയിക്കൂടെ? അബൂ ലംലമിനെ പോലെ നിങ്ങൾക്ക് ആവാൻ പറ്റൂലേ? സ്വഹാബത്ത് ചോദിക്കുകയായ റസൂലല്ലാഹ്, ആരാണ് അബൂ ലംലം? ആരാണ്?
അള്ളാന്റെ റസൂല് പറഞ്ഞു അബൂ ലംലം കഴിഞ്ഞ കാലഘട്ടത്ത് ജീവിച്ചു പോയ ഒരു മഹാനാണ്. ഈ അബൂ ലംലം രാവിലെ വന്ന് പർവ്വതത്തിന്റെ മുകളിൽ കയറി, കല്ലിൽ മുകളിൽ കയറി നാട്ടുകാരോട് വിളിച്ചു പറയുകയാ, എന്റെ അഭിമാനം ഞാൻ നിങ്ങൾക്ക് വിട്ടുതരികയാ. എന്നെ എന്തും പറയാം, എന്നെ കുറ്റം പറയാം, എന്നെ ഗീബത്ത് പറയാം, ചാടി പറയാം, ഫസാദ് പറയാം, എല്ലാം ഞാൻ പൊരുത്തപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്ന ആളാണ് അബൂ ലംലം എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിട്ടുവീഴ്ച പൊരുത്തപ്പെട്ട് കൊടുക്കുക, എല്ലാം പൊരുത്തപ്പെട്ട് കൊടുക്കുക. ചെറിയ ചെറിയ കടമൊക്കെ ബാക്കിയുള്ളത് പൊരുത്തപ്പെട്ട് കൊടുക്കുക, സാരല്ല, മാപ്പാക്കി കൊടുക്കുക. അല്ലേ കടം ചില ആള് കടം വാങ്ങുന്നതന്നെ നിയത്താക്കിയിട്ടേ വാങ്ങുന്നത്, അങ്ങനെ കൊടുക്കാനില്ലാന്ന് നിയത്താക്കിയിട്ട് വാങ്ങുന്ന ചില ആളുകളല്ല. കടം കൊടുക്കൽ നല്ലതാണ്, പുണ്യമാണ്. 1,00,000 റുപ്യ കടം കൊടുത്ത 50,000 റുപ്യ സദക്ക കൊടുത്ത കൂലിയുണ്ട്, നല്ല. പക്ഷെ കുറച്ച് ജാഗ്രത ആക്കിയിട്ട് കൊടുക്കും, പൊരുത്തപ്പെട്ടിട്ടേ കൊടുക്കുന്നത് നല്ല. തിരിച്ച് കേൾക്കാൻ പോകുമ്പോ സിംഹം പോലാക്കും, തിന്ന റായ വിട്ടുമ്പോ നിന്റെ 50,000 വെക്കുന്ന വിഷയമല്ല. ഇപ്പൊ അരഗണ്ടൽ വേണമെങ്കിൽ തണ്ടൊക്കെ താ, അരഗണ്ടല ഒരു നാളാക്കി തരുന്നില്ല. നിന്റെ 50,000 നക്കവിടെ 7 5 ലാക്കുണ്ട്, ഓണ് 5 ലാക്കുണ്ട്, അവിടെ ഇൻവെസ്റ്റ് ഉണ്ട്, ഷെയർ മാർക്കറ്റ് ഉണ്ട്. നിന്റെ 50,000 നീ പോണ്ടല്ലുണ്ട്, ഇത്രയെല്ലാം ഉണ്ട്, കൊണ്ട് 50,000 കൊടുത്തെങ്കിൽ ഇല്ല, എന്തില്ല, സീറോ അല്ലെ, സീറോ ട്രാഫിക് എന്നല്ലേ പോലെ എല്ലാവരും ഇങ്ങനെ സീറോയിൽ ഓടിക്കൊണ്ടുള്ള റൗണ്ട് അടിച്ചോണ്ടുള്ള സീറോയിൽ എന്തില്ല, ആരെങ്കിലും ഇല്ല. ജാഗ്രത ആക്കി കടല കേട്ടെങ്കിൽ കുറച്ച് ജാഗ്രത ആക്കി, ബംഗാറെല്ലാം കേട്ടെങ്കിൽ പെണ്ണിങ്ങ തെല്ല് ജാഗ്രത ആക്കി കൊടുത്തെങ്കിൽ കട കൊടുക്കുമ്പോ 1 ഗ്രാമേ കൊടുത്തെങ്കിൽ പോയെങ്കിൽ പോട്ടെ, 1000 റുപ്യ വേറെ കിട്ടും. ബംഗാറ് കൊടുത്ത് റിട്ടേൺ ബാങ്കിൽ വെച്ചിട്ട് 4 ടർണറാക്കി കിട്ടിയും കിട്ടി പോയെങ്കിൽ പോയി. പണ്ടത്തെ പോലെ അല്ല കട എടുക്കുന്ന ഇപ്പൊ നന്റെ പെഞ്ഞേക്കൂർ മങ്ങിലത്തെ പോണ്ട് ഫാമിലി ഒർക്കത്ത് ബംഗാർ തണ്ടര എന്തിൽ ഇതിനെ കൊണ്ടിട്ട് ബാങ്കിൽ വെച്ചിട്ട് ടർണറാക്കുന്നത് വേറെ 14 തണ്ട. അതൊരു ബിരുന്നുണ്ട്, ബിരുന്നായാലും പിന്നെ തണ്ടുണ്ട്. ഏത് ബിരുന്ന്? ഇത് ബാങ്കിലുണ്ട് ബംഗാർ. ജാഗ്രത ആക്കി പെണ്ണിങ്ങല്ല കൊടുക്കും, 1 ഗ്രാമേ കൊടുക്കും. ബംഗാർ തണ്ടല്ലേ പറയും, വേറെ പ്രശ്നമൊന്നുമില്ല. ഇല്ല തണ്ടല്ല ഇല്ലാന്ന് പറയണ്ട, ഉണ്ടായിട്ട് ഇല്ലെങ്കിൽ ലോക്കറിൽ കൊണ്ടിട്ട് വെക്കും, പ്രശ്നമല്ല. ഇല്ലെങ്കിൽ മദ്രസല്ല ആയിക്കോണ്ട് ചെറിയ ചെറിയ ഐറ്റം സതക്ക കൊടുക്കും, എന്ത് പ്രശ്നമില്ല, ഒരു പ്രോബ്ലം ഇല്ല. ഒരു പെണ്ണ് ഉസ്താദ്മാർ വയലിലെല്ലാം കേട്ട് ഓരോ പരക്കാർ എന്തെങ്കിലും പൊന്നിന്റെ ഓരോ പൂള് തരണമെന്നൊരു ഉസ്താദ് പറഞ്ഞു മദ്രസ കെട്ടുമ്പോ നാട്ടിൽ ഓരോ പൂള് എന്താ ഇന്നത്. അങ്ങനെ ഒരു ഔത്ത് പോയപ്പോ ഒരു അയിമ 1000 റുപ്യ കൊടുത്തിട്ട് ഉസ്താദ് നമുക്ക് ബംഗാർ തുറക്കുമ്പോ ആയിരുന്ന ആശയമുണ്ട്. എന്താണ് ചാര കടിച്ചെങ്കിൽ തോത്തുക, എന്തെങ്കിലും പാമ്പ് കടിച്ചെങ്ക ബംഗാർ തോത്തുന്ന ചാര കടിച്ചെങ്ക പാമ്പ് കടിച്ചെങ്ക വെള്ള അടിച്ചെങ്ക പഠിച്ചോനെ ഇവിടെ വെള്ള പാമ്പ് ചാര ഇല്ലമ്മ ഉണ്ടല്ലേ, വെള്ള കടിച്ചെങ്ങനെ വെള്ള കടിച്ചിട്ട് കൊടുത്തവർക്ക് ഭാര്യ നല്ല മനുഷ്യന്മാർ നിങ്ങൾ അള്ളാഹു ബർക്കത്താക്കട്ടെ. വെള്ളയും കടിക്കണ്ട, പാമ്പും കടിക്കണ്ട, അള്ളാഹു സലാമത്താക്കട്ടെ. പാമ്പ് പണ്ടത്തോർ പറയല്ലോ വെള്ള കടിച്ചെങ്ങത്തേക്കുന്ന ബംഗാർ. അതിന് സമയത്ത് ഒരു പൂളില്ല ഉസ്താദെ, ഉണ്ടായെങ്കിൽ തട്ടി ഞങ്ങൾക്ക് ഭാര്യ നല്ല ആശയുണ്ട്. എല്ലാവരും തന്നിന് ചെല്ലുമ്പോ ഞങ്ങൾക്ക് ബേജാറാന്ന്. പഠിച്ചോന്റെ കളി നോക്കും. 2 മാസം കഴിയുമ്പോ ഈ പെണ്ണിങ്ങ ഉസ്താദിന് ജമാഅത്തുകാർ ഒരു കത്ത്, 4 പൗണ്ട് മാല മിസ്സായി ഉസ്താദ് നേർച്ച വെച്ചില്ല പള്ളിക്ക് കിട്ടിങ് അതിരെ ഒരു പൂള് അതിന്റെ മണിയാ കായ് തായ അതിന് കായ് പള്ളി കൊടുക്കും നേർച്ചാക്കി എന്തിനി പള്ളി മദ്രസക്ക് ഒരു പൂള് ആ കായ് അന്നേ കൊടുത്തില്ലെങ്കിൽ മാല പൂളലാന്ത് അന്ന് ചൊല്ലി എന്തില്ല ഉസ്താദ് വെള്ള കടിച്ചങ്ങ് തേക്കോകില്ല, 1000 റുപ്യ പിടിക്കറൂ. പിന്നെ 4 പൗണ്ട മാല കൊടുന്ന് വന്നത് ഇങ്ങനത്തെ ഇടുവെങ്കിൽ ഇല്ലാനെ ഉസ്താദ്മാരാ ലാജർ എങ്ങനെ ഉണ്ട്, എന്തുസ്താദ് എന്ത് പ്രയോജനമില്ല, ഈ വർഷം എന്ത് പ്രയോജനമില്ല ഉസ്താദ്. പെരുന്നാൾ കഴിഞ്ഞ വർഷം തൊന്തരില്ല, ഈ വർഷം എന്തില്ല, ആരുടെ എന്തില്ല ഉസ്താദ്, പൈസ എന്തില്ല എന്തില്ല. ഇത് എപ്പോഴും ഒരേ പാട്ട്, ഇത് കേട്ട് കേട്ട് ആദത്തായിരുന്നു. പള്ളിയിൽ നിൽക്കുമ്പോ ഇവിടെ നല്ല മനസ്സന്മാർ, അല്ല വലിയ പള്ളി വലിയ ദർഗ, അള്ളാഹു ബർക്കത്താക്കട്ടെ, വലിയ മദ്രസ, അള്ളാഹു നമ്മളെ കത്തി ഉസ്താദ് നമ്മളെ പരിചയക്കാനും അള്ളാഹുവിന് ഇവിടെ വന്നിട്ട് നമ്മളാണ് ഉസ്താദ് ഇടലെന്നാണ്. അള്ളാഹുവിന് ബർക്കത്താക്കണേ റഹ്മാനെ. പള്ളിയിൽ നിൽക്കാൻ വേണ്ടി പോയിട്ട് നോക്കുമ്പോ ബെറുപാവത്തെങ്ങ ജമാഅത്തിനങ്ങ് എന്ത് എത്ര പാവ ഉസ്താദ്മാരുടെ ചെല്ലുന്നോണ്ട് ഇവിടെ എന്തില്ല ഉസ്താദ് എല്ലാവരും ബീഡി കെട്ടി സോറ ഇവിടെ വേറെ ഇവിടുന്ന് പള്ളി മാത്രം ബില്ല് കെട്ടി നോക്കണ്ട. ഇവിടെ ആയത്തെങ്കിൽ എന്തും ആപതില്ല ഉസ്താദ്, നിങ്ങൾ തെല്ല ചേഷ്ടാക്കും. നിങ്ങൾ നിന്റെ ഒരു 6 തിങ്കളായാലും നിങ്ങൾക്ക് വേണേ പിന്നെ ശമ്പളം കൂട്ടാം, പിന്നെ വേണേ കൂട്ടാം. ഇപ്പൊ എന്തില്ല ഭാര്യ കഷ്ടത്തിൽ 4 പോണ്ടമേ ഭാര്യ കഷ്ടത്തിൽ എന്നെ നോക്കാം. നിങ്ങൾ നിക്കറു നോക്ക ഉസ്താദ്, നിങ്ങൾ നങ്ങുണ്ടല്ലോ എന്ത് പേടിക്കുന്നു, നിങ്ങൾ നിക്കറു ഇവിടെ ഇവിടെ നിന്റെ ഉസ്താദ്മാർ 6 സ്വത്തിട്ടില്ല, എല്ലാ 6 സ്വത്തിട്ടില്ല ഇല്ലമ്മ ഇവിടെ ഇവിടെ നിന്റെ 6 സ്വത്തിട്ടില്ല ഇവിടുത്തറല്ല എല്ലാരും മാമൂല് എല്ലാരും മാറ്റർ ഇത്. ഊടെ വന്ന ഉസ്താദ്മാർ അവ കെട്ടാണ്ട് പോയിട്ടില്ല, ഊടെ വന്ന ഉസ്താദ്മാർ കാർ എടുക്കാണ്ട് പോയിട്ടില്ല, ഊടെ വന്ന ഉസ്താദ് ബൈക്ക് എടുക്കാണ്ട് പോയിട്ടില്ല. ഊടെ വന്ന എല്ലാവരും പെൺമക്കളെ ബാൽവാട്ടിട്ടേ പോയിരുന്നു. അയാളെ ചോര കാറിനി പെൺമക്കളെ ബാൽവാട്ടാൻ ചെല്ലെല്ലാരും ഒരേ മാറ്റർ ഉസ്താദ് കൂടെ നിന്റെ കൂടെ പള്ളി ബർക്കത്തുള്ള പള്ളി നിങ്ങൾ നിക്കറു നോക്ക നിങ്ങൾ നിക്കറു എന്തോ തൊന്തരില്ല.
നിന്നിന്റെ കൊടുക്കുന്ന എന്ത് റബ്ബിൽ ഒരു ഗിഫ്റ്റ് ഉസ്താദന്മാർക്ക് മുഅല്ലിമീങ്ങൾക്ക് ഖത്തീബ് ഉസ്താദിനെ മുക്കരിക്ക ഉസ്താദിനെ കുറച്ചൊരു പരിഗണിക്കുന്നു. മുഅല്ലിമീങ്ങൾ ആർക്കും വേണ്ടാത്ത പോലെ ഇസ്സത്ത് കെടുത്തുന്ന അള്ളാഹു ആ ഇസ്സത്ത് കെടുത്തിയോന്റെ ഇസ്സത്ത് അള്ളാഹു കൊടുത്തു. മുഅല്ലിമീങ്ങൾ ബഹുമാനിക്കും. റബ്ബിൽ അവൽ 500 രൂപന്റെ പ്ലേറ്റ് സെറ്റിനെ വില കവറാക്കിയിട്ട് പ്രസിഡന്റ്, സെക്രട്ടറി, എൻഗമെന്റ്സ് പ്രസിഡന്റ്, ഉറൂസ് കമ്മിറ്റി പ്രസിഡന്റ്, സെക്രട്ടറി 10 ഫോണഞ്ചാൾ ഉദ്ദാക്കിയിട്ട് ഉസ്താദിന് കൊടുക്കുന്നു. എത്ര വാത്സൽ 400 രൂപന്റെ പ്ലേറ്റിന്റെ സെറ്റ്. ഇന്നാലില്ലാഹി ഇത് കൊടുക്കി 400 രൂപന്റെ കൊടുക്കണ്ടെന്നല്ല റൂമിൽ കൊണ്ടിട്ട് വെക്കോറ്. ഇത് സ്റ്റേജിൽ വെച്ചിട്ട് ആയിട്ടില്ല ഉസ്താദ് പിടിക്കോറ് 10 ആള് ഈ അരക്കിലത്തിന്റെ കെട്ട് പിടിക്കുന്ന 10 ആള്. ഉസ്താദ് പാപ്പ ഇതിന് ഇത്ര കഷ്ടം വന്നിട്ട് കെട്ട് പിന്നെന്താക്കുന്ന മണ്ണ് തിന്നിട്ട് ഫോട്ടോ ചിലപ്പോൾ ചെന്നുണ്ടാവും. ചില ആളല്ല, എല്ലാരല്ല, നല്ല ഉസ്താദ്മാർ പറയല്ല. ചില കൊടുക്കണ്ട ഗതിയില്ലേ കൊടുക്കണ്ട. നിങ്ങളോടല്ല, എല്ലാവരോടും ലൈവെല്ലാം ഉണ്ട്, എല്ലാവരോടും ബേജാറാക്കി അങ്ങനെ കൊടുക്കാൻ പാടില്ല. റമളാൻ മാസത്തിൽ കിട്ട് റമളാൻ വരാൻ പോകുന്നു. 10 കിലത്തിന്റെ അരി 10 ആള് പിടിച്ചിട്ട് ഫോട്ടോ എടുക്കുന്നത്, കിട്ട് കൊടുക്കുന്നത്, കിട്ട് വിത്തരണേ. അരി 4 ചാക്ക് അരിന്റെ മുന്നിൽ 40 ആൾ നിന്നിട്ട് ഫോട്ടോ എടുക്കുന്നു. എല്ലാവരും അപ്പുറപ്പേ പിന്നെ നണ്ടൊരു ഫോട്ടോ എടുക്കുന്നൊക്കെ സുറൂത്തെ ഓൻ വന്നിട്ട് സിംഗിൾ ആയിട്ട് ഓൻ കൊടുത്ത പോലെ വാട്സാപ്പിൽ 10 കിലോ അരിനെ പിടിക്കാൻ 10 ആള് 10 കിലോ അരി കിട്ട് കൊടുക്കും. പാവപ്പെട്ടവന്റെ കണ്ണുനീരാണ്, പാവപ്പെട്ടവന്റെ ശാപമാണ്. പാവപ്പെട്ട മുഅല്ലിമീങ്ങൾക്ക് ഈ കൊടുക്കുന്നതിനേക്കാളും നല്ല കൊടുക്കാതിരിക്കലാണ്. കൊടുക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു ഗിഫ്റ്റ് കൊടുത്തോ പ്രശ്നമില്ല. അല്ലെങ്കിൽ കൊണ്ടുപോയിട്ട് റൂമിൽ വെച്ച് കൊടുത്തത് ഉസ്താദെ നിങ്ങൾക്കുള്ള 400 രൂപയുടെ ഗിഫ്റ്റ് അത് അവിടെ ഉണ്ടോ? ഈ കൊണ്ടുവരുന്ന ബോക്സിന്റെ റേറ്റ് ഉജ്ജുന്ന് ഉസ്താദ്മാർക്ക് പോളം ഓറ് നെറ്റിലടിച്ച് നോക്കുന്നു ഈ പ്ലേറ്റ് സെറ്റ് എത്ര ഉണ്ടോ. അല്ലാഹുവേ നീ ബോധം നൽകണേ അല്ലാ, നല്ലത് കൊടുക്കാനും നല്ലത് ചെയ്യാനും നീ തൗഫീഖ് നൽകണേ അല്ലാ. പിന്നെ റസൂലുള്ള പറയുന്നു ദാവോ നിങ്ങൾ ചികിത്സിക്കണം നിങ്ങളുടെ രോഗത്തിന് ബിസ്സദഖാ. ദാവോ മർലാക്കും ബിസ്സദഖാ. സദഖ കൊണ്ട് നിങ്ങളുടെ രോഗങ്ങളെ നിങ്ങളെ രോഗത്തിന് പരിഹാരമുണ്ടാകാൻ, രോഗത്തിന് മരുന്നുണ്ടാകാൻ, രോഗത്തിന് ആശ്വാസമുണ്ടാകാൻ നിങ്ങൾ ചികിത്സിക്കേണ്ടത് സദഖ കൊണ്ടാണ്. മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ രോഗങ്ങളെ നിങ്ങൾ ചികിത്സിക്കേണ്ടത് സദഖ കൊണ്ടാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. സദഖകൾ നിങ്ങളുടെ ദോഷങ്ങളെ പൊറുപ്പിക്കുന്നു. എങ്ങനെ? കമാ യുത്ഫിഉൽ മാ, വെള്ളം കെടുത്തുന്ന പോലെ, അന്നാറ, തീന വെള്ളം കെടുത്തുന്ന പോലെ നിങ്ങളുടെ ദോഷങ്ങളെല്ലാം മായിച്ച് കളയുന്നു, നശിപ്പിച്ച് കളയുന്നു സദഖ എന്നുള്ളതെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളം സദഖ ചെയ്യാൻ വേണ്ടിയിട്ട്, ധാരാളം നന്മ ചെയ്യാൻ വേണ്ടിയിട്ട്, ധാരാളം കൊടുക്കാൻ വേണ്ടിയിട്ട്, കൊടുക്കുന്നതിന് ഒരുപാട് നന്മകളുണ്ട്. ആയിഷ ഉമ്മ നോമ്പ് തുറക്കാൻ വേണ്ടി വെച്ച കാരക്ക, നോമ്പ് തുറക്കാൻ വേണ്ടി കൊണ്ടുപോയി വെച്ച ഈത്തപ്പഴം വന്ന യാചകർക്ക് കൊടുത്ത് വെറും വെള്ളം കുടിച്ചിട്ട് പിന്നെയും നോമ്പ് നോക്കിയില്ലേ? നോമ്പ് തുറക്കാൻ വേണ്ടി പ്രവാചക പ്രഭു കൊണ്ടുവന്ന കാരക്ക ഇതുപോലെ ഫാത്തിമ ഉമ്മ 3 ദിവസങ്ങളോളം 3 ദിവസവും കൊടുത്തില്ലേ? സദഖ ചെയ്തില്ലേ? ബാക്കിയുള്ളവരുടെ സന്തോഷമാണ്, അതാണ് എന്റെ സന്തോഷം എന്ന് പറഞ്ഞ് പട്ടിണിയിരുന്നിട്ട് ഫാത്തിമ ഉമ്മ കൊടുത്തില്ലേ? അബൂബക്കർ സിദ്ദീഖ് തങ്ങളോട് ചോദിച്ചവർക്ക് ഉടുത്ത തുണി പോലും മാറ്റിക്കൊടുത്തില്ലേ? സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എല്ലാം കൊടുത്ത് കീറിയ ഒരു കരിമ്പിടമല്ലേ അവസാനം ഉടുത്തത്? ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹിന്റെ ഹദ്റത്തിലേക്ക് വരുമ്പോ കീറിയ കരിമ്പിടം പതിച്ചുകൊണ്ട് വരുമ്പോ റസൂലുള്ള ചോദിക്കുകയാ, അല്ല ജിബ്രീൽ എന്തേ കീറിയ വസ്ത്രമാണോ? അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ നബിയേ കീറിയ കരിമ്പിടം പുതച്ചത് കൊണ്ട് ആകാശലോകത്ത് സകല മലക്കുകളോ കീറിയ കരിമ്പിടം പുതച്ചിട്ട് അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ പോലെ അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാ മലക്കുകളോ കീറിയ കരിമ്പിടം പുതച്ചു നബിയേ. ബഹുമാനപ്പെട്ട മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അതുപോലെ അറിയാമല്ലോ, കേട്ട് കാണുമല്ലോ, എല്ലാവരും ഗോതമ്പ് എടുത്തു വെച്ചു. ഗോതമ്പ് എന്നല്ല, ഗോതീന
രണ്ടും പറയുന്നത് എല്ലാം നടക്കുന്നുണ്ട് അല്ലേ? എല്ലാം എല്ലാം മനസ്സിലാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഗോതമ്പ് ഗോധി എല്ലാവരും എടുത്തു വെച്ചു, കൊടുത്തില്ല. ആ സീസണിന് കൊടുക്കാം. നീരുള്ളി എടുത്തു വെച്ച പോലെ അല്ലെ, നീരുള്ളിക്ക് വേണ്ടി മനുഷ്യനങ്ങാട് ഇടങ്ങേറാക്കിയില്ലേ ചെറുപ്പക്കാർ ട്രോൾ എന്തൊക്കെ അടിച്ചില്ലേ, ഗിഫ്റ്റ് കൊണ്ടുപോയിട്ട് നീരുള്ളി കൊടുക്കല്, കല്യാണ എൻഗേജ്മെന്റിന് നീരുള്ളിന്റെ മാല, കല്യാണത്തിന് നീരുള്ളി മഹർ, ഇതൊക്കെ ആക്കിയിട്ട് ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് മാരക രോഗങ്ങൾക്കുള്ള പരിഹാരമാണ് ഉള്ളി. ചെറിയുള്ളിക്ക് എന്ത് പറയലടാ? ചെറിയുള്ളി, നീരുള്ളി ചെറുതില്ലേ? പഠിച്ചോനെ നീ